പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ അടുത്ത വർഷം മുതൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും, അതായത് കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ അടുത്ത വർഷം മുതൽ 3 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ ഉണ്ടാകുന്നതല്ല. ഇനി മുതൽ 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ UG പ്രോഗ്രാമുകളായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ മുൻ വർഷങ്ങളെ പോലെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ അല്പം സീറ്റുകളിലേക്ക് 4 വർഷ ഡിഗ്രി പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. പലർക്കും അറിയുന്ന ഒരു കാര്യമാണിത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അടുത്ത വർഷം ജൂലൈ 1 മുതൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഒരുമിച്ച് ഡിഗ്രി ക്ലാസുകൾ ആരംഭിക്കുകയും കൂടാതെ പരീക്ഷ, ഫലപ്രഖ്യാപനം, അവധി എന്നിവ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഒരേ സമയത്ത് വരുന്ന രീതിയിൽ ഒരു ഏകീകൃത കലണ്ടർ നടപ്പാക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളൊക്കെ നിങ്ങൾ കണ്ടതാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഒരേ സമയക്രമം വരുന്നതോടുകൂടി ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പഠനം മാറാൻ, സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഒക്കെ പഠനം മാറാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യം ലഭിക്കും. ഇതിനു വേണ്ടിയാണ് പ്രധാനമായിട്ടും ഏകീകൃത സമയ കലണ്ടർ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത്. ഇനി 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളെ കുറിച്ച് അല്പം കാര്യങ്ങൾ മനസ്സിലാക്കാം. അവർക്ക് 3 വർഷത്തിന് ശേഷം പഠനം നിർത്തുകയാണ് എങ്കിൽ അവർക്ക് 3 വർഷത്തെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഉള്ളതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അവർക്ക് സാധാരണ ഉള്ളതുപോലെ പിന്നീട് 2 വർഷത്തെ PG പ്രോഗ്രാമിന് ജോയിൻ ചെയ്ത് പഠിക്കാനും വേണ്ടി സാധിക്കുന്നതാണ്. 4 വർഷം പഠിക്കുന്നവർക്ക് ഓണേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൂടി അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടാതെ അവർക്ക് പിന്നീട് 1 വർഷം മാത്രം പഠിച്ചാൽ PG ലഭിക്കും. അതുപോലെ PhDക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പഠന കാലയളവിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ മാറാനും അഭിരുചിക്കനുസരിച്ച് ഇഷ്ടമുള്ള പുതിയ സബ്ജക്റ്റുകൾ പഠിക്കാനും കോളേജുകളും യൂണിവേഴ്സിറ്റികളും മാറാനുമുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. ഗവേഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള 4 വർഷത്തെ പ്രോഗ്രാമാണ് ഉണ്ടാവുക. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡിഗ്രി തലത്തിൽ തന്നെ വിദ്യാർത്ഥികളിൽ ഗവേഷണത്തിന് ആഭിമുഖ്യം വളർത്തുക എന്നുള്ള രീതിയിലാണ് ഇതിന്റെ സിലബസ് വരുന്നത്. ഇന്റേൺഷിപ്പും പ്രൊജക്റ്റും ഒക്കെ പഠനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മുൻ വർഷങ്ങളെ പോലെ UG അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഒക്കെ ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് നമുക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.